धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क ഉപ്പാടെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളൊക്കെ നിനക്കറിയാം. അതൊക്കെ കണ്ടിട്ട് നീ ഇനി പഠിക്കാൻ പോകണം, നീ മൂപ്പരെ നീ ഇടങ്ങാറാക്കാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് മൂപ്പരിനോട് ചോദിച്ചു. അവിടുന്ന് ഡിസൈഡ് ചെയ്തു ആക്ച്വലി ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടും സ്വന്തം പൈസ, കാരണം MBA ഒക്കെ പഠിക്കാൻ എന്തായാലും ഒരു 5-8 ലക്ഷം രൂപ അല്ലെ, ഒരു 5 ലക്ഷത്തിൽ കുറയാതെ ആക്ച്വലി പൈസ വേണം എന്ന് ഞാൻ പറഞ്ഞത് 2002 സമയത്ത് 2002-2003 സമയത്ത് പിന്നെ 2003 സോറി ഓക്കെ. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാല് MBA പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ജോബ് കിട്ടും, എനിക്ക് ഫാമിലിനെ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സെർവ് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ ലൈഫ് കൊടുക്കാൻ പറ്റും, ഇത്ര ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം വന്നു, പല ഫ്രണ്ട് വന്നു, മൂപ്പര് പറഞ്ഞ ആ ഒരു കാര്യത്തിലൂടെ അന്ന് ഡിസൈഡ് ചെയ്തു ജോലിയും കാര്യങ്ങളൊക്കെ MBA ഒക്കെ ഇനി പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തം പൈസ കൊണ്ട് തന്നെ പഠിക്കാം. കാരണം ഞാൻ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ചത് ഞാൻ എന്റെ പൈസ കൊണ്ട്. 7ാം ക്ലാസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ജോലിക്ക് പോകുന്നു പാർട്ട് ടൈം ആയിട്ട്. കാരണം അതൊക്കെ അതിന്റെ ബാക്കിൽ പറയുന്നതിന്റെ ഒരുപാട് കഥകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോണില്ല. എന്ന് വെച്ചാൽ ഡിഗ്രി വരെ കഴിഞ്ഞു. പിന്നെ MBA ക്ക് പോകണമെങ്കിൽ എന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പോകില്ല, കാരണം 5 ലക്ഷം രൂപ എന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല. ഉപ്പ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പാന്റെ കണ്ടീഷൻ എനിക്കറിയില്ല. മെജോറിറ്റി ആളുകൾക്ക് നമുക്ക് അറിയില്ലല്ലോ അല്ലെ, വീട്ടില് മീൻസ് നമ്മൾ വീട്ടിലുണ്ടാവും, പാരന്റ്സ് ഗൾഫിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നത് മെജോറിറ്റി ആളുകൾക്ക് അറിയില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു, ഗൾഫിലേക്ക് എത്തി. ആസ് ആൻ അക്കൗണ്ടന്റ് 2008 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും കൊണ്ടും പറഞ്ഞ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരു 3-4 വർഷം കൊണ്ട് 5-10 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് നാട്ടിലൊക്കെ പോയി, പിന്നെ MBA ഒക്കെ ചെയ്ത് കുറെ പ്ലാനുകളുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല. ഒരു 2 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ മൂത്ത മകനാണ്, ഉമ്മാന്റെ കോള് നോർമലി വരുന്ന പോലെ തന്നെ ആ കോള് കുറച്ച് ഹാർഡായിട്ട് എപ്പോഴാ വരിക, കാരണം എപ്പോഴും വിളിച്ചോട് ചോദിക്കും മതി എന്നാ വരാ. അപ്പോഴൊക്കെ പറയും ഇൻഷാല്ലാ ഞാൻ വരും, ഇൻഷാല്ലാ ഞാൻ വരാം. പക്ഷെ ആ ഒരു സമയത്ത് കോളിൽ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഇൻഷാല്ലക്ക് 6 മാസത്തെ കാലാവധി, അത് 6 മാസം 1 വർഷം 2 വർഷം ഒക്കെ കഴിഞ്ഞു. ഇനി കറക്റ്റ് എപ്പോ വരും എന്നുള്ള കറക്റ്റ് ടൈം പറഞ്ഞു.
24,000 INR ഉള്ളു. 2 വർഷമായി ഗൾഫിൽ. ഓക്കെ, കല്യാണം കഴിച്ചിട്ടില്ല, വേറെ എക്സ്പെൻസുകളൊന്നുമില്ല. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഈവൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല. ആ സമയത്ത് ഉമ്മ ചോദിച്ചു, അല്ല മോനെ, ഈ 2 കൊല്ലം നിന്നിട്ടും ഈ അധ്വാനിച്ചിട്ട് നിന്റെ പൈസ ഒക്കെ പിന്നെ നീ എന്ത് ചെയ്തു? ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒരു റോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യന് മുമ്പിൽ ഞാൻ പതറിപ്പോയി. കാരണം എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ വീട്ടിലേക്ക് ചെലവിന് പ്രോപ്പറായിട്ട് ആക്കേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. എവിടെ പോയി നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടി. ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ആ 2 വർഷം കൊണ്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കി എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 6 ലക്ഷം രൂപന്റെ ഒരു കണക്ക് കിട്ടി. പിന്നെ എത്ര ഞാൻ സ്പെൻഡ് ചെയ്യുന്നുള്ള കണക്കൂട്ടി സമയത്ത് ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപന്റെ അടുത്ത് ഞാൻ സ്പെൻഡ് ചെയ്തായിട്ട് ഒരു കണക്ക്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ ബാക്കിയാണ് അല്ലെ. എന്റെ കയ്യിൽ ആകെ ഒരു 14,000 രൂപ. ബാക്കി പൈസ അവിടെ പോയി. എനിക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ, എന്നെ മനസ്സിലാക്കാനോ പറ്റില്ല. പിന്നെ ഞാൻ എന്റെ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ നിന്ന് എനിക്ക് കണക്ട് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാന് എന്റെ ഫാദറിനോട് ആ വീട് വാങ്ങുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് 3 ലക്ഷം രൂപ ഇപ്പോഴും കയ്യിലില്ലേ, ഇപ്പൊ പിന്നെ എന്തേ കാട്ടുന്ന ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ആൻസർ അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആക്ച്വലി ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇതിനല്ല ഞാൻ ജീവിക്കുന്നു, ഇതിനല്ല ഞാൻ ജീവിച്ചു. കാരണം ഇവിടെ ഞാൻ ഇതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാം ഷുവർ ആണ്. കാരണം ഒരു 3 വർഷമോ 4 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് പിക്ചർ ഉണ്ട്. കാരണം അതിന് ഞാൻ 10 വർഷം വർക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 10 വർഷമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേക്ക് നോക്കിയാൽ മതി. ഞാൻ നോക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച സാറന്മാരുണ്ട്, എന്റെ കൂടെ പഠിച്ച ആളുകളും എന്റെ സീനിയർമാരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഇന്നും വർക്ക് ചെയ്തുകൊണ്ട് ഈവൻ ഫാമിലി വരെ കൂടുതൽ. ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ മക്കളും വരെ കൂടില്ലാത്ത ആളുകൾ അല്ലേ. സോ അതാണോ ലൈഫ്? എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ലൈഫ്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം ഞാൻ ഈ റൂട്ടിലൂടെ തന്നെ പോവാണെങ്കിൽ എന്റെ ഫാദറിന് 40 വർഷം, ഗ്രാൻഡ് ഫാദറിന് 19 വർഷം, ഈ ടോട്ടൽ 90 വർഷം കൊണ്ട് അവരുണ്ടാക്കാത്തത് ഞാൻ ഇവിടുന്ന് മല വരയ്ക്കാൻ പോകുന്നത് ക്ലാരിറ്റി ആക്ച്വലി എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യും. എന്താ ചെയ്യാം, ഒരു ഐഡിയ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ ഒരു പച്ചക്കറി കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടി. പച്ചക്കറി കച്ചവടത്തിലേക്ക് ഇറങ്ങി. അതൊരു 1.5 വർഷം വർക്ക് ചെയ്തു. അത് ആ ബിസിനസ് കൂട്ടി. പിന്നെ ഒരു 3-4 ട്രഡീഷണൽ ബിസിനസ്സുകൾ ചെയ്തു. നേരത്തെ ടെസ്റ്റ് പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സുകളും ഫ്ലോപ്പ് ആയി. കാരണം ഈ ബിസിനസ് എല്ലാം ഫ്ലോപ്പ് ആയെങ്കിലും ആക്ച്വലി ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആയത്, എന്താണ് എന്റെ ബിസിനസ്സിനെ പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഗ്രോ ആവാൻ, സക്സസ് ആവാൻ പറ്റുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി, നീ അത് ചെയ്യണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇങ്ങനെ വരും, ഇത് ചെയ്യണ്ട, ഇത് ചെയ്താൽ അങ്ങനെ വരും എന്ന് പറഞ്ഞു തരാൻ പറ്റിയ ഒരാൾ ആക്ച്വലി നമ്മൾ എന്റെ ലൈഫിൽ ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏകദേശം ഒരു 3-4 ബിസിനസ് ഒക്കെ ചെയ്തു. എല്ലാ ബിസിനസ്സുകളും ഫ്ലോപ്പായി. വലിയൊരു ബാധ്യതയിൽ, ഏകദേശം 10-25 ലക്ഷം രൂപ ബാധ്യതയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമിന്റെ റെന്റ് വരെ കൊടുക്കാനില്ലാത്തൊരു സമയത്ത് എന്റെ 2 കൂട്ടുകാരുണ്ട്. അവരെ കെയർ ഓഫിൽ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വായോ, നമുക്ക് ഞങ്ങളുടെ കൂടെ നിന്നോ, എന്നിട്ട് ജോലിയൊക്കെ റെഡി സ്റ്റേഷനിൽ തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പോകും. അവർ അറബൂട്ടിലെ ഡ്രൈവർമാര്. സാലറി ഒരു 1,500-2,000 ദിർഹംസിന്റെ ആ റേഞ്ചിൽ സാലറി ഉണ്ടാവും. ആ ഒരു റൂമും എന്താ പറയാ, ആ ഒരു വണ്ടി തന്നെയാണ് ആക്ച്വലി അവരുടെ ലൈഫ് അല്ലെ. അവിടെ നിന്നിട്ട് 2-3 മാസത്തോളം ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഞാൻ ജോബ് ഒഴിവാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ദൈവമേ, എന്റെ ലൈഫിൽ ഇനി അങ്ങോട്ട് ഒരു എംപ്ലോയി വിസ എന്റെ പാസ്പോർട്ടിൽ നീ അടിക്കാനുള്ള ഒരു ഇട വരുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. കാരണം എന്റെ ഉപ്പാന്റെയും എന്റെ വലിയപ്പാന്റെ ഒക്കെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എവിടെ എത്തൂല എന്നുള്ള കാര്യം മനസ്സിലാക്കി. നമ്മളൊന്ന് ആലോചിച്ചു, ഒരു 2,000 ദിർഹംസ് സാലറിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ. ഓക്കെ, മൂപ്പർ ഒരു 20 വർഷത്തെ പിന്നെ ആ ഒരു ജേർണിയിൽ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ഒരു സാലറിയിൽ എത്താൻ പറ്റും? 2000 സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 10,000 അല്ലെങ്കിൽ 15,000. അതിന്റെ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകില്ല. അപ്പൊ ഈ ഒരു 10-15,000 നമ്മൾ നോക്കുന്ന സമയത്ത് ലൈഫില് ഒരു ഇന്ന് 2,000 കിട്ടുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 10,000 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 8,000 ദിർഹംസിന്റെ ആ ഒരു മൂല്യം ഉണ്ടാവും. സാധനങ്ങൾ വില കൂടിയിട്ടുണ്ടാവും, നമ്മുടെ എക്സ്പെൻസുകൾ കൂടിയിട്ടുണ്ടാവും, നമ്മുടെ ലിവിങ് സ്റ്റൈൽ എല്ലാം മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന 2 കൊല്ലം മുതലാളി 200 രൂപ കൂട്ടിട്ടുണ്ടെങ്കിൽ ആ മുതലാളി നല്ലവനാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള എക്സ്പെൻസ് നമുക്ക് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ ഉള്ള മെജോറിറ്റി വരുന്ന നമ്മുടെ പ്രവാസികളൊക്കെ 20-30 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു പോകുന്ന സമയത്ത് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല്
ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കൈ നിലത്തേക്ക് അല്ലേ. ഇനി ജോലിയെങ്കിലും ജോലി, കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനി ചിന്തിക്കാൻ തന്നെ പറ്റില്ല. കാരണം 10-15 ലക്ഷം രൂപ കടം തന്നെ ചെറുതൊന്നല്ല. പിന്നെ സ്വർണ്ണങ്ങളാണെങ്കിലും പിന്നെ വീടിന്റെ അതാണെന്നുണ്ടെങ്കിലും വാങ്ങാൻ പറ്റുന്ന ആൾക്കാരെ കടം വാങ്ങിയതാണെങ്കിലും കംപ്ലീറ്റ് വാങ്ങിയിട്ടാണ് അത്രയും വലിയൊരു ബാധ്യതയ്ക്ക് എത്തിയത്. പക്ഷെ എനിക്ക് എത്രത്തോളം ബാധ്യത ഉണ്ടെന്നുള്ളത് എനിക്കല്ലാണ്ട് ഈവൻ എന്റെ വൈഫിന് വരെ അറിയില്ല. ഇത് പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. രണ്ടാമത്തെ കുഞ്ഞിനെ ഭാര്യ പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റൽ ചെലവ് വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി എന്റെ കയ്യിൽ ഒന്ന് ആലോചിച്ചോക്കാൻ. പക്ഷെ ഞാൻ പുറത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലാണ് അല്ലെ. സോ ഇതായിരുന്നു കണ്ടീഷൻ. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ അഭിമാനം അല്ലെങ്കിൽ നമ്മൾ വലിയ ആഗ്രഹം വെച്ചിരുന്ന കാര്യമില്ല. ഈവൻ ബ്രെഡ് ആൻഡ് ബട്ടർ വീട്ടിലേക്ക് ചെലവിനെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ജോലിയെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്ച്വലി ഞാൻ മൊബൈൽ ഷോപ്പ് ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാണ്ടായ സമയത്ത് ജനുവൻ ആയിട്ട് ഒരു സാധ്യത അവർക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പൊ അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ക്ലിയർ ചെയ്തു. എന്റെ കയ്യിൽ എന്താണെങ്കിൽ പൈസ ഇല്ല. എനിക്ക് ജെനുവിൻലി അറിയുന്ന ഒരാൾ, എനിക്ക് അവന്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ എന്റെ മൊബൈലിലുള്ളത് ഒരു 10-36 ഫിൽസ് ആണ്. ഈ 36 ഫിൽസ് മാത്രം കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഈവൻ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വാട്സപ്പിലൂടെയും IMOയോട് വിളിച്ചതുകൊണ്ടാണ് പൈസ ഇല്ല. സോ ആ സമയത്ത് പിന്നെ എന്താ പറയാ, ഒരു 5000 ദിർഹംസ് കിട്ടിക്കഴിഞ്ഞാൽ അവനൊന്ന് സെറ്റ് ആക്കി കൊണ്ടൊന്ന് വിടാം, കുറച്ച് ചില്ലറ പൈസ നമുക്ക് എന്തെങ്കിലും കയ്യിലും വെക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ കുറച്ച് ആൾക്കാരെ വിളിച്ചു. ആ വിളിച്ച കൂട്ടത്തിൽപ്പെട്ടാണ് ആക്ച്വലി നമ്മൾ ജലീലിനെ വിളിച്ച സമയത്ത് ജലീലിക്ക് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സുബൈറെ ഞാൻ ജനുവിനിൽ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കാരണം ആ സമയത്ത് തന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലും കേൾക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ 10 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കൊടുക്കും ആ ഒരു മൊമെന്റിൽ. ആ ചോദിച്ചോ എന്നോട് ചോദിച്ചു, ഞാൻ എനിക്ക് 5000 ദിർഹംസ് തന്നുകൊണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിച്ചു. ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മളൊരാൾ ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ജെന്യൂൻ ആണ്. ഞാൻ പറഞ്ഞേ അതല്ലേ ജെല്ലിയെ, പിന്നെ പ്രശ്നങ്ങൾ തീരാൻ നല്ല തൽക്കാലം ഒന്നൊരു ആശ്വാസം കിട്ടും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്നുള്ളത് കുറച്ചൊരു ആശ്വാസം കിട്ടും. കാരണം ഞാൻ അതിന്റെ ഇടയിൽ എന്റെ സ്റ്റോറികളൊക്കെ പറഞ്ഞു തന്നെ, എന്താ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജലീൽ പറഞ്ഞു, ഓൾമോസ്റ്റ് നീ ഒരു 6-7 വർഷമായപ്പോ ഗൾഫിൽ അല്ലെ. ഈ 6-7 വർഷത്തിനിടയിൽ നീ ഫോക്കസ് ചെയ്തത് മുഴുവൻ ഈ പറഞ്ഞ പോലെ തന്നെ താൽക്കാലിക പ്രശ്നങ്ങൾക്കല്ലേ. ഞാൻ പറഞ്ഞത് താൽക്കാലിക പ്രശ്നങ്ങളാണ്. എന്നിട്ട് നിനക്ക് സൊല്യൂഷൻ കിട്ടിയോ? ഇല്ല, സൊല്യൂഷൻ കിട്ടിയില്ല. അപ്പൊ ഇനിയും നീ താൽക്കാലിക പ്രശ്നത്തിന്റെ വേക്ക് പോയാൽ നിനക്ക് എന്ത് സൊല്യൂഷൻ കിട്ടാം? എനിക്ക് താൽക്കാലിക സൊല്യൂഷനാണോ വേണ്ടത്, പെർമനന്റ് സൊല്യൂഷൻ ആണോ വേണ്ടത്? ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി എന്റെ പാസ്പോർട്ടിൽ വിസ അടിക്കല്ലേ ഒരു എംപ്ലോയി ആയിട്ട്. എഗെയിൻ എന്റെ ഉള്ളിലെ ബിസിനസ് മാൻ ഉണർന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെർമനന്റ് സൊല്യൂഷനാണ് വേണ്ടത്, എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ എന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ജലീൽ ഭായ് പറഞ്ഞു, സുബൈറെ ഞാൻ ആക്ച്വലി ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ വിട്ട് ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരെ കാണുന്ന സമയത്ത്, ലാസ്റ്റ് കാണുന്ന സമയത്ത് ഒരു അറൌണ്ട് ഒരു 10,000 to 15,000 അറൌണ്ട് സാലറി വാങ്ങുന്നുണ്ട്. ഈ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരഡോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നമ്മുടെ നാട്ടില് പാരസെറ്റമോൾ എന്ന് പറയും. അതുപോലെ തന്നെ പാരഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിക്കൊക്കെയുള്ള ഒരു മരുന്ന്. അതിന്റെ ഒരു കമ്പനിയിൽ മുമ്പ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യും. ഒരു 10-15 മുമ്പ് വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ വിഷയം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ജലീലിനോട് പറഞ്ഞു, എന്ത് പണിയാണ് ആക്ച്വലി നിങ്ങൾ കാണിച്ചത്? നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈവൻ ഞാൻ എന്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജന്മത്തിൽ വിടില്ല. ഞാനൊരു ബിസിനസ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് നല്ലൊരു ജോലി ഉണ്ടായി നിങ്ങൾ അത് ഇട്ടുകൊണ്ട് കളി. എന്ത് കളിയാണ് ജലീൽ കാണിക്കുന്നത്? അപ്പൊ ജലീൽ ഭായ് മൂപ്പരെ സ്റ്റോറി കുറച്ചൊന്ന് പറഞ്ഞു. കാരണം 14 വർഷം മുമ്പ് റാസൽ ഖൈമയിൽ 600 ദിർഹംസ് സാലറിയിൽ നമ്മളെ എന്താ പറയാ ഇതുണ്ടല്ലോ അയൺ ബോയ് ആയിട്ട് മൂപ്പര് സ്റ്റാർട്ട് ചെയ്തു. നെറ്റ്വർക്ക് കട്ടായോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ 14 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 600 ദിർഹംസ് സാലറി. അവിടെ നിന്ന് ഈ 14 ദിർഹംസിലേക്ക് എന്നെ കോൾ ചെയ്ത സമയത്ത് മുമ്പ് പറഞ്ഞത് ഏകദേശം ഒരു 10-30,000 ദിർഹംസ് ഒരു മാസം ഞാൻ പിന്നെ സാലറി കമ്മീഷനും കൂടെ ആയിട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. അതിട്ടിട്ടാണ് ആക്ച്വലി ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ ആദ്യം സുബൈർ ഒന്ന് ചിന്തിക്ക്, 14 വർഷം കൊണ്ട് 600 ദിർഹംസ് നിന്ന് 30,000 ദിർഹംസ് സാലറിയിലേക്ക് 30-40,000 അറൌണ്ട് ആ സാലറിയിലേക്ക് എത്തി എത്ര ആളുകൾ നിനക്കറിയാം, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് എത്താൻ പറ്റും? ഞാൻ പറഞ്ഞു 30,000 ദിർഹംസ് ഒരു മലയാളിക്ക് സാലറി വാങ്ങുന്നുള്ള എന്റെ പരിചയത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നല്ല എനിക്കറിയാം. ഒന്ന്. രണ്ടാമത് പറഞ്ഞത്, ഇത്രയും പൈസ ഞാൻ വാങ്ങിച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പൊട്ടനാണ്? രണ്ടാമത് ക്വസ്റ്റ്യൻ. ഞാന് ഒപ്പണിട്ട് പറഞ്ഞാല് വെർച്വലി പറഞ്ഞു കഴിഞ്ഞാല് കാലില് ശാസ്ത്രാംഗം കൊണ്ടാണ് ജലീല് എന്തെങ്കിലും ചെയ്ത് ഒരു ചാൻസ് കൊടുക്കും. എന്റെ പ്രശ്നങ്ങളും പറഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം
എന്റെ മുമ്പിൽ ലാസ്റ്റ് ഒരു പിടിവള്ളിയാക്കിയിട്ട് കിട്ടുന്നത്. കാരണം ഒരു പ്രതീക്ഷയില്ല. ഈ ജോലി വരെ ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ ജോലി തന്നെ. അവിടെ നിന്നാണ് ജലീൽ ഭായ് പറഞ്ഞ അതൊക്കെ വിട്ടിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജലീൽ ഭായിയോട് പറഞ്ഞു. ജലീൽ ഭായ് ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റാക്കി തന്നു. നമുക്ക് പ്ലാന് തന്നത് നമ്മുടെ അഭിലാഷ് ഭായിയാണ്. പ്ലാൻ കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്തേക്ക് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും 10ന്റെ പൈസ ഇല്ല. കാരണം പ്ലാന് കേൾക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് ജലീൽ ഭായ് ആണ് ആക്ച്വലി പൈസ തന്നത്. നീ ആരെയും വാങ്ങിച്ചോ, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കടം വാങ്ങിച്ച് പോയിട്ട് ആ പൈസ ജലീൽ ഭായ് തിരിച്ചു. ആ മൊമെന്റില് പിന്നെ പ്ലാൻ എല്ലാം കഴിഞ്ഞിട്ട് ജലീൽ ഭായ് വെച്ചാൽ എങ്ങനെയുണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്, കാരണം എനിക്കറിയില്ല അത് എന്താണെന്നുള്ളത്, ഇങ്ങനത്തെ ഒരു ക്ലാസ് ആക്ച്വലി ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ജലീൽ ഭായ് എന്നാ സ്റ്റാർട്ട് ചെയ്തോ, നീ ഇതിനെ കാത്തിക്കുന്നു, പൈസ വേണ്ടേ, കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ ജലീൽ ഭായ് പറഞ്ഞു പൈസ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരാന്ന്. അല്ലേ, ഞാനത് കാണിച്ചു. എനിക്ക് ലൈഫിൽ ഇത് വേണോ, ചൂസ് വേണ്ടേ, അസ്സലാമു അലൈക്കും, ഇത്ര എനിക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു തരാനും ചെയ്യാനൊന്നുമില്ല. നിനക്ക് ലൈഫ് ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞു ഒരു പ്രതീക്ഷ ഇല്ലേ എന്തെങ്കിലും ചെയ്യണം, പക്ഷെ എനിക്കൊരു പ്രതീക്ഷ കിട്ടി. അല്ലേ, ഇനി നീ എന്ത് എഫേർട്ടാണോ ഇടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ആക്ച്വലി എനിക്ക് ആ ഒരു പ്രതീക്ഷ മാത്രം അവിടെ തന്നു, ആ ഒരു ഫയർ തന്നു. ആക്ച്വലി എന്തോ സംതിങ് അവിടെ ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കണ്ടിട്ടാണ്. അങ്ങനെ 48 മണിക്കൂർ സമയം തന്നു ജലീൽ ഭായ്, 2 ദിവസം. ഈ 2 ദിവസത്തിനുള്ളിൽ ആ സെൻസ് ഓഫ് എമർജൻസിയിൽ ആക്ച്വലി ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞ കാര്യത്തിലുള്ളൂ, എനിക്ക് വേണോ സ്റ്റാർട്ട് ചെയ്തോ, നീ കുറച്ച് കഴിഞ്ഞ ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഇപ്പൊ നല്ലൊരു ചാൻസ് ഉണ്ട് എന്റെ കൂടെ കൂടിക്കോ, കാരണം ഓൾറെഡി കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ ആക്ച്വലി മുമ്പ് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എവിടുന്നാണ് അറേഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല, കൺഫ്യൂഷനാണ്. കാരണം അതൊക്കെ ഞാൻ തന്നെ ആയിരുന്നു എന്നുള്ളത് അറിയാലോ. ഞാൻ പറഞ്ഞല്ലോ 10-36 ഫീൽസ് മൊബൈലുണ്ട്. ആ ഒരു സ്റ്റേജില് 3-3.25 ലക്ഷം റുപ്യ, അന്ന് ഏഴ് ഷോപ്പിന് 16,500, 3-3.25 ലക്ഷം റുപ്യന്റെ അടുത്ത് അന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റാർട്ട്. കാരണം എന്ത് ചെയ്യുന്ന ബിസിനസ് എല്ലാം ഫ്ലോപ്പ് ആവുക, കടങ്ങൾ വീണ്ടും കൂടാ. നമ്മൾ വിചാരിക്കും ഒന്ന് ചെയ്യുമ്പോൾ ഇതിലെങ്കിലും ശരിയാവും, പക്ഷെ അതും ഫ്ലോപ്പ് ആവുക. അത് കഴിഞ്ഞ് അടുത്തേക്ക് ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇതിൽ ശരിയാവും, ചെയ്തതെല്ലാം ഫ്ലോപ്പ് ആയി. അന്നേരം ലാസ്റ്റ് നമ്മൾ റൂമിന്റെ റെന്റ് വരെ കൊടുക്കാനില്ലാത്ത ഒരു സ്റ്റേജില് ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നും അറിയില്ല, കംപ്ലീറ്റ് സീറോ. എന്താണ് ബിസിനസ്, എങ്ങനെയാണ്, ഒരു ഐഡിയ ഇല്ല. അത് നിൽക്കുന്ന സമയത്ത് നമ്മളെ സച്ചിൻ ഭായിന്റെ അടക്കം പൈപ്ലസിലൊക്കെ പറയുന്നുണ്ട്, എല്ലാത്തിലും മെയിനായിട്ട് പറഞ്ഞത് ഒരു 6 മന്ത് ആണ്. അല്ലെ, അപ്പൊ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം ആക്ച്വലി എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്റെ ഉള്ളിൽ കടം വിട്ട മനസ്സമാധാനമായിട്ട് കിടത്തുന്ന ആക്ച്വലി ഇതെന്റെ. പക്ഷെ ബിസിനസ് അല്ലാണ്ട് ജോലിയോട് എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് എപ്പോഴും ലൈഫിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യണം. അല്ലെ, നിങ്ങളൊക്കെ ബിസിനസ് ചൂസ് ചെയ്തതിന്റെ ബാക്കിൽ റീസൺ ഉണ്ടാവും. എന്റെ റീസൺ സിമ്പിൾ ആയിരുന്നു. ഒന്ന്, എനിക്കൊരു 3 റീസൺ ബേസിക്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാനൊരു സ്ലേവ് ആയിട്ട് എന്റെ ലൈഫ് ജീവിച്ചു തീർക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അടിമനെ പോലെ മറ്റുള്ളവർ പറയുന്ന ആ ടൈമിനനുസരിച്ചിട്ട് അവരെ കൺട്രോളിനനുസരിച്ച് ജീവിക്കാൻ ആക്ച്വലി ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു ജോലിക്കാരനാണെങ്കിൽ ഒരിക്കലും എന്റെ ടൈം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും കൺട്രോൾ ആവും. ഒന്നാമത്തെ. 2, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് വന്നിട്ടുണ്ട്. റീസൺ പല കയ്യിൽ പൈസ ഇല്ലാത്തത്. ഈവൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരു സൈക്കിള് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സൈക്കിള് കിട്ടുന്നത് ഞാൻ +2 പഠിക്കുന്നതാണ്. സൈക്കിള് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ബുള്ളറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എനിക്കൊരു സൈക്കിള് തന്നെ +2 പഠിക്കുന്ന സമയത്ത്. അവിടുന്ന് അങ്ങനെ എന്ന് വെച്ചാല് ജെനുവിനിൽ പല കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടുണ്ട്, തരാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ, പക്ഷെ പൈസ ഇല്ല. അതുകൊണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എനിക്ക് കിട്ടാണ്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ മക്കൾക്ക് ഉണ്ടാകാൻ. അവർക്ക് ഞാന് എന്റെ ഫാദറോ ഗ്രാൻഡ് ഫാദറോ പോയ വഴിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സിമ്പിൾ ആണ്, സെയിം ആയി. അതിന് പ്രത്യേകിച്ച് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കേണ്ട ആ ഒരു നോളജ്. അല്ലെ, അതുകൊണ്ട് എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. സോ ജോബ് എനിക്കൊരു സൊല്യൂഷൻ ആയിട്ട്. രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ലെ, ഇപ്പൊ എന്ത് സംഭവിക്കും, നെക്സ്റ്റ് സെക്കൻഡിൽ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, നമുക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എങ്ങനെ ഉണ്ടാവും? എത്ര ആൾക്കാരെ ചിന്തിച്ചിട്ടുണ്ട്? മനസ്സിലാക്കിയ കാര്യത്തിലുള്ള എന്തെങ്കിലും ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യാം, ഒരു ബിസിനസ് ചെയ്യാം. അങ്ങനെ ആക്ച്വലി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ സമയത്ത് ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്ത ഒരു 1-2 ആഴ്ച ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. ഇത് എന്താ, എങ്ങനെ ഇതിന്റെ ബിസിനസ് എന്താന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ട്രസ്റ്റ് മീ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അത്രമാത്രം എക്സൈറ്റഡ്. ആ എക്സൈറ്റ്മെന്റ് ഭാഗമാണ് ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം മനസ്സിലായ കാര്യത്തിലുള്ളൂ,
പയ്യനെ കാണുകയാണെങ്കിലും ചാൾസ് ബായനെ കാണുകയാണെങ്കിലും ഈവൻ എന്തെങ്കിലും സിസ്റ്റത്തിനൊക്കെ പോകണമെങ്കിലും അതിന്റെ ജേർണി കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും. കാരണം ഒന്നും അല്ലാത്തടത്തുനിന്ന് വന്ന ആളുകള് ലൈഫിൽ എവിടൊക്കെയാണ് അവർ നിൽക്കുന്നത്, ഏത് ലൈഫാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പച്ചക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഫീല് വരുമ്പോ എന്തിനാ എക്സൈറ്റഡ് ആവാതിരിക്കേണ്ടത്? കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിലുള്ളൂ, അവര് ചെയ്യുന്ന സെയിം ബിസിനസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെ? അവര് 4 വർഷത്തേക്കുണ്ട്, ഡെഫിനറ്റ്ലി അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ 4 വർഷം ചെയ്യണമെങ്കിൽ എനിക്ക് കൊടുത്താൽ പറ്റും. അവര് ചെയ്ത സെയിം ബിസിനസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അവർ 4 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവര് എന്തൊക്കെയാണോ ചെയ്തത് ഈ ഒരു 4 വർഷം, ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 4 വർഷം കഴിഞ്ഞാൽ ഞാനോട് ആ ഒരു ക്ലാരിറ്റി ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പൊ ഞാൻ കടം കൊടുക്കാനുള്ള കുറെ ആളുകളുണ്ട്, അവരൊക്കെ പിന്നെ എന്നെ എന്താ പറയുക മെസ്സേജ് അയക്കി വിളിക്കുന്ന സമയത്ത് അന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കറക്റ്റ് ക്ലാരിറ്റി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബ്രോ ഞാൻ എന്താ പറയാ എനിക്ക് പൈസയും കാര്യങ്ങളും തരാറുണ്ട്, പക്ഷെ എന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ എനിക്ക് ഒന്നും തരാനില്ല, കാരണം അത്രയും ഫ്ലോപ്പാണ്, പൈസ ഒന്നുമില്ല. പക്ഷെ ട്രസ്റ്റ് മീ, ഒരു 1.5 വർഷം 2 വർഷം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 വർഷം വെയിറ്റ്, ഓരോ ആളുകൾക്ക് ഞാൻ ഓരോ ഗ്യാപ്പ് കൊടുത്തു. ഓക്കെ, ഈ സമയത്തിനുള്ളിൽ എന്റെ പൈസ ഉണ്ട്. ആ സമയത്ത് ചില ആളുകൾ പറയുമ്പോൾ എനിക്കന്ന് പറഞ്ഞ എനിക്ക് അടുത്ത മാസം പോകണം, അടുത്ത മാസം പോകണം. ഞാൻ പറയാം വെറുതെ എന്നെ പറഞ്ഞിട്ട് കാര്യം, എന്നെ കൊണ്ട് കഴിയില്ല. കഴിയുന്ന സമയത്താണ് എനിക്ക് ഞാനൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം, ഈ സമയത്തിനുള്ള എന്റെ പൈസ ഉണ്ട്. നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്യും, ഗ്യാരണ്ടി ആണ്. പക്ഷെ ഞാൻ നിന്നോട് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, കാരണം മുമ്പ് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ലാണ്ട് എനിക്ക് ക്ലാരിറ്റി, ഇന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ബ്രോ എന്റെ പൈസ ഞാൻ 8 മാസം കഴിയുമ്പോൾ തന്നിരിക്കും, സോ പ്ലീസ് വെയിറ്റ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോളുകൾ മുമ്പിന്റെ, ആ ഗോളുകളൊക്കെ വെച്ച് വർക്ക് ചെയ്തതിനെ കൊണ്ട് തന്നെ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് എന്റെ കംപ്ലീറ്റ് കടങ്ങൾ തീർക്കാൻ പറ്റും. 25 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞ കടങ്ങൾ 1.5 വർഷം കൊണ്ട് എനിക്ക് ബിസിനസ് തീർക്കാൻ പറ്റും. ഈ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തുകൊണ്ടാണ് എക്സൈറ്റഡ്, ഇത്രയും ആളുകൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, ഇവരൊക്കെ മുമ്പിലേക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഒരു ബെറ്റർ ലൈഫ് കിട്ടുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ. സോ അവിടുന്നാണ് ആക്ച്വലി എന്താ പറയാ ലൈഫിൽ വേറെ ലെവലിലേക്ക് പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി. എന്നോട് ഇവിടെ തന്നെ 2 വർഷം സുബൈർ നീ കൂടെ നിൽക്ക്, കടം വീട്ടാണ് നോക്കുമ്പോൾ കൂടെ ഉണ്ടാക്കുക, ഗ്യാരണ്ടി ഇതിന്റെ കൂടെ നിന്നാൽ മതി. 100% ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കൂടെ ഫോളോ ചെയ്യാൻ റെഡി, പ്രോസസ് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ലൈഫിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു മെസ്സേജ് ആണ് ആക്ച്വലി മുമ്പിൽ തന്നത്. ആ ഒരു മെസ്സേജിന്റെ ഉള്ളിൽ അതിനുകൊണ്ട് തന്നെ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി എന്താണ് നമ്മളെ ഇൻഡസ്ട്രി, ഞാൻ ഇവിടെയാണ് എത്തിപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് ഗോഡ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പല ആളുകളും കാണാത്തത് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള കണ്ണോട് കണ്ടതിനെ കൊണ്ടാണ്. അവരെ കണ്ണോട് കണ്ടില്ല, അല്ലെങ്കിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ണിലൂടെ കണ്ടില്ല. അവർ കണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു ലൈഫിൽ എവിടെ എത്താത്ത ലക്കുലകാനില്ലാത്ത കുറെ ആൾക്കാരുടെ മുമ്പിൽ അവരുടെ ലൈഫിലൂടെ ആക്ച്വലി അവർ കണ്ടു, അവരെ കണ്ണിലൂടെ. സോ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ അതന്നെ ഉണ്ടാവും. ഞാൻ ദൈവത്തിനെ നന്ദി പറയുന്നത്, എനിക്കന്ന്
ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻസർട്ട്. ഓക്കെ, ബി എംപ്റ്റി and then watch. Everybody on your feet. This year, we will show the world that QNet will rise and rise and rise. We are not networkers. We are warriors. Everybody on your feet. Everybody on your feet. One more time. I am a warrior.